ഹായ് ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു ബാറ്ററി ലോ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിർത്തി ഓർത്ത് തന്നെ തുടങ്ങാം. മൾട്ടിപ്ലിക്കേഷൻ സെക്ഷൻ നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ CPU കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ മൾട്ടിപ്ലിക്കേഷൻ സെക്ഷനാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ സെക്ഷനും അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടന്നപ്പോഴാണ് പോയത് മൾട്ടിപ്ലെയർ ആണ്, ഹാർഡ്വെയർ മൾട്ടിപ്ലെയർ ആണ് ഇതിലുള്ളത്. 32 ബിറ്റ് ഹാർഡ്വെയർ മൾട്ടിപ്ലെയർ പ്രൊഡക്റ്റ് ആണ് 32 ബിറ്റ്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് 16 ബിറ്റ് ആണ്. സോ രണ്ട് ഇൻപുട്ടുകളാണ് വരുന്നത് എന്നുള്ളപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. TREG വഴിയും മക്സ് വഴിയും വരുന്ന രണ്ട് ഇൻപുട്ടുകൾ അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യും. And the two numbers being multiplied are treated as 2's complement numbers except during unsigned multiplication MPYU instruction. MPYU instruction അല്ലാത്ത എല്ലാ കേസിലും അത് അൺസൈൻഡ് നമ്പർ ആയിട്ടാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ആൻഡ് ഇതിലേക്കുള്ള ഇൻപുട്ട് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. വൺ ഈസ് ത്രൂ TREG, അത് മാക്സ് ജസ്റ്റ് വായിച്ചു പോകാം. വൺ ഇൻപുട്ട് is always from the 16-bit temporary register TREG. The TREG is loaded before the multiplication with the data value from the data read bus. Data read bus എന്നാണ് ഇങ്ങോട്ട് വരുന്നത്, from data memory. Then the other input is one of the following: a data memory value from the data read bus, data memory value from the data read bus, or a program memory value from the program read bus. പ്രോഗ്രാമിലാണ് അത് ഇൻസ്ട്രക്ഷനിലാണ് വരുന്നതെങ്കിൽ അവിടുന്ന്, അല്ലെങ്കിൽ ഡാറ്റയാണ് എടുക്കേണ്ടതെങ്കിൽ ഡാറ്റയിൽ നിന്ന്. ഓൾറെഡി വൺ വാല്യൂ ഫ്രം ഡാറ്റ മെമ്മറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഇതിൻ്റെ നമ്മളുടെ മൾട്ടിപ്ലെയർ സെക്ഷൻ്റെ രണ്ട് ഇൻപുട്ടുകളാണ്. ഇനി ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 16-ബിറ്റ് ഹാർഡ്വെയർ മൾട്ടിപ്ലയർ വഴി മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. ആ റിസൾട്ട് എവിടേക്കാണ് പോകുന്നത്? PREG പ്രോഡക്റ്റ് രജിസ്റ്ററിലേക്കാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എവിടേക്ക് എത്താം? ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ദ ഔട്ട്പുട്ട് ഈസ് കമ്മിങ് ടു PREG. So after the two 16-bit inputs are multiplied, the 32-bit result is stored into the PREG register, and the output of the PREG is connected to the 32-bit product scaling shifter. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്ററിൽ വീണ്ടും ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ നടക്കും. എന്നിട്ടാണ് അവിടേക്ക് അക്യുമുലേറ്ററിലേക്ക് പോവുക, CALUയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡാറ്റ മെമ്മറിയിലേക്ക്. സോ ത്രൂ ദിസ് ഷിഫ്റ്റർ the product is transferred to the PREG to the through PREG to the CALU or to the data memory. ഡാറ്റ മെമ്മറിയിലേക്ക് പോകുന്നത് രണ്ട് അഡ്രസ്സിങ്ങുകൾ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴാണ്, SPH and SPL. ദെൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ അതിലത്തെ CALUവിൻ്റെ പോർഷനാണ്, സെൻട്രൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് പോർഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു സെൻട്രൽ എന്ന് പറയാൻ കാരണം വേറൊരു ഓക്സിലറി രജിസ്റ്റർ അരിത്തമെറ്റിക് യൂണിറ്റിലുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഓക്സിലറി രജിസ്റ്റർ അരിത്തമെറ്റിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു 8 രജിസ്റ്റേഴ്സാണ്, ഓക്സിലറി രജിസ്റ്റേഴ്സ്. AR0 to AR7 ആണ് വരുന്നത്. അതിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-ബിറ്റ് പോയിന്റർ ARP ഓക്സിലറി രജിസ്റ്റർ പോയിന്റർ ആണ്. ഇപ്പോൾ ഈ പോയിന്ററിൻ്റെ വാല്യൂവിനനുസരിച്ച് ഇത് പോയിന്റ് ചെയ്യും. സോ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ AREU is to perform arithmetic operation on 8 auxiliary registers numbered as AR0 to AR7 in parallel with the operation occurring in CLU. CLUവിന് പാരലൽ ആയിട്ട് തന്നെ ഇതും നടക്കും. അതാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് വരുന്നത്. ആൻഡ് 8 auxiliary registers provide flexible and powerful indirect addressing. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ഇൻസ്ട്രക്ഷൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്. ആൻഡ് എനി ലൊക്കേഷൻ ഇൻ ദ 64K ഡാറ്റ മെമ്മറി സ്പേസ് ക്യാൻ ബി ആക്സസ് യൂസിംഗ് ദ 16-ബിറ്റ് അഡ്രസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഓക്സിലറി രജിസ്റ്റർ. ഈ ഓക്സിലറി രജിസ്റ്റർക്ക് എടുക്കുന്ന 16-ബിറ്റ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ മെമ്മറീനെ ആക്സസ് ചെയ്യാം. 64Kയിലത്തെ ഏത് മെമ്മറി ലൊക്കേഷനും ആക്സസ് ചെയ്യാം ആ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വരുമ്പോൾ. ആൻഡ് ടു സെലക്ട് എ സ്പെസിഫിക് ഓക്സിലറി രജിസ്റ്റർ ലോഡ് ദ 3-ബിറ്റ് ഓക്സിലറി രജിസ്റ്റർ പോയിന്റ് ARP. അപ്പോൾ ARPയിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന വാല്യൂവിന് 3-ബിറ്റ് വാല്യൂ 000 ആണെങ്കിൽ AR0 സെലക്ട് ചെയ്യും, 111 ആണെങ്കിൽ AR1 സെലക്ട് ചെയ്യും. അപ്പോൾ ആ രീതിക്കാണ് അവിടെ വരുന്നത്. സ്റ്റാറ്റസ് രജിസ്റ്റർ STCകളിൽ ARP ലോഡ് ചെയ്താൽ മതി വിത്ത് ദ വാല്യൂ ഫ്രം 0 to 7 ആ ഒരു മീനിങ്ങിൽ. ഓക്കെ, ആൻഡ് ദ രജിസ്റ്റർ പോയിന്റർ. അപ്പോൾ ഏത് രജിസ്റ്ററാണ് ഇതിപ്പോൾ പോയിന്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 3-നാണ് പോയിന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 3-നെ പറയുന്നതാണ് കറണ്ട് ഓക്സിലറി രജിസ്റ്റർ ഓർ കറണ്ട് AR എന്ന് പറയും. ഇപ്പോൾ കാണിക്കുന്നതിനെ കറണ്ട് എന്ന് പറയും. ആൻഡ് ഡ്യൂറിംഗ് ദ പ്രോസസിംഗ് ഓഫ് എൻ ഇൻസ്ട്രക്ഷൻ ദ കണ്ടന്റ് ഓഫ് ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് ദ ഡാറ്റ മെമ്മറി ആക്സസ് വിൽ ടേക്സ് പ്ലേസ്. അതിലത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്, എവിടെയാണോ ഡാറ്റ മെമ്മറി ആക്സസ് നടക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് ദ AREU പാസസ് ദിസ് അഡ്രസ് ടു ദ ഡാറ്റ റീഡ് ബസ് ഓർ ഡാറ്റ റൈറ്റ് ബസ്. ചിലപ്പോൾ ഡാറ്റ റീഡ് ബസ്സിലേക്ക് ആവും വിടുക, ചിലപ്പോൾ റൈറ്റിലേക്ക് ആവും വിടുക. റീഡ് ബസ്സിലേക്ക് വിടുമ്പോഴാണ് ഇഫ് ദ ഇൻസ്ട്രക്ഷൻ റിക്വയർസ് എ റീഡ് ഫ്രം ദ ഡാറ്റ മെമ്മറി. ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കാനാണെങ്കിൽ റീഡ് ബസ്സിലേക്ക് പോകും, ഡാറ്റ റീഡ് ബസ്സിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതിലേക്ക് പോകും? ഡാറ്റ റൈറ്റ് ബസ്സിലേക്ക് പോകും. ഡാറ്റ റീഡ് ബസ്സിലേക്കോ ഡാറ്റ റൈറ്റ് ബസ്സിലേക്കോ ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് ഈസ് എ റീഡ് ഓർ റൈറ്റ് ഇൻസ്ട്രക്ഷൻ. പിന്നെ നമുക്ക് ഇതിൽ ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ യൂസസ് ദ വാല്യൂ ദ കണ്ടന്റ് ഓഫ് ദ കറണ്ട് ഓക്സിലറി രജിസ്റ്റർ ക്യാൻ ബി ഇൻക്രിമെന്റഡ് ഓർ ഡിക്രിമെന്റഡ് ബൈ ദ AREU. ഒന്നെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാം, വിച്ച് ഇംപ്ലിമെന്റ്സ്
അൺസൈൻഡ് 16-bit അരിതമെറ്റിക്. ആൻഡ് ARU മെയിനായിട്ട് 3 ഫംഗ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻക്രിമെൻറ്റ്സ് ഓർ ഡിക്രിമെൻറ്റ്സ് ആൻഡ് ഓക്സിലറി രജിസ്റ്റർ വാല്യൂ ബൈ 1 ഓർ ബൈ an ഇൻഡെക്സ് എമൗണ്ട്. ഒരു ഫിക്സഡ് വാല്യൂ വെച്ചോ അല്ലെങ്കിൽ 1 വെച്ചോ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യാം ബൈ ദ വേ ഓഫ് എനി ഇൻസ്ട്രക്ഷൻ ദാറ്റ് സപ്പോർട്ട്സ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ബൈ 1 ഓർ ഫിക്സഡ് വാല്യൂ. ആൻഡ് ദെൻ ആഡ് എ കോൺസ്റ്റന്റ് വാല്യൂ സബ്ട്രാക്ട് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇപ്പോൾ 2 ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ADRK ആൻഡ് SBRK ഇൻസ്ട്രക്ഷൻ. ഈ 2 ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ഇതിലേക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റും. ആൻഡ് ദ കോൺസ്റ്റന്റ് ഈസ് ആൻ 8-bit വാല്യൂ taken from the 8 LSBs of the ഇൻസ്ട്രക്ഷൻ ബീറ്റിൻ്റെ വേർഡിൻ്റെ 8 LSBs എന്നാണ് ഈ കോൺസ്റ്റന്റ് വരുന്നത്. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർസ് ദ കണ്ടൻസ് ഓഫ് AR0 തന്നെയാണ് ഫിക്സഡ് ആണ്. AR0യിലെ കണ്ടന്റ് വേറെ ഏതിനെങ്കിലും ആയിട്ട് രജിസ്റ്റർ ബാക്കിയുള്ള 7 രജിസ്റ്ററിലെ കണ്ടന്റിനായിട്ട് കമ്പയർ ചെയ്യാം. ആൻഡ് കറണ്ട് അതായത് ഏതാണോ നിൽക്കുന്നത് കറണ്ട് ARനായിട്ട് ആൻഡ് പുട്സ് എ റിസൾട്ട് ഇൻ ദ ടെസ്റ്റ് ഓർ കൺട്രോൾ ഫ്ലാഗ് ബിറ്റ്. TC ബിറ്റിലാണ് അത് അപ്ഡേറ്റ് ആവുക ഓഫ് ദ സ്റ്റാറ്റസ് രജിസ്റ്റർ ST1. അത് ഇൻസ്ട്രക്ഷൻ CMPR ഇൻസ്ട്രക്ഷൻ കമ്പയർ ഇൻസ്ട്രക്ഷൻ വരുമ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത്. ആൻഡ് ദ റിസൾട്ട് ഈസ് പാസ് ടു ദ TC ബൈ ദ വേ ഓഫ് ഡാറ്റ റൈറ്റ് ബസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത്രയും മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ അവിടെ കംപ്ലീറ്റ് ആകുന്നതുകൊണ്ട് ഇതും ആ ഒരു പോർഷനിൽ വരുന്നതാണ് CPU. പിന്നെ ഇതിൽ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് പറയുന്നത്.